കേരളത്തിലെ യുവജനങ്ങളുടെ ഉത്സവമായ കേരളോത്സവത്തിന് സമാപനം. ഡിസംബർ 6, 7, 8 തീയതികളിലായി കരവാളൂരിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് കേരളോത്സവം സംഘടിപ്പിച്ചത്. കരവാളൂർ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് കേരളോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ 8:30 കരവാളൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവം 2024 ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ നിർവഹിച്ചു. യുവജനങ്ങളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മഹാമേളയാണ് കേരളോത്സവം. സർവകലാശാല യുവജനോത്സവങ്ങളിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭ്യമാകാത്ത യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള വേദി കൂടിയാണ് കേരളോത്സവത്തെ കണക്കാക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് 2020 ക്രിക്കറ്റ് സംഘടിപ്പിച്ചു. തുടർന്ന് 10 മണി മുതൽ കരവാളൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ചെസ് മത്സരവും സംഘടിപ്പിച്ചു. പിന്നീട് രാത്രി 7 മണി മുതൽ അടുക്കളമൂല ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റും സംഘടിപ്പിച്ചു. 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ വെച്ച് ബാസ്കറ്റ്ബോൾ മത്സരം നടത്തി. പിന്നീട് മാത്ര ഗവൺമെൻറ് LPSൽ വെച്ച് രാവിലെ 10 മണി മുതൽ ഉപന്യാസരചന, കവിതാരചന, കഥാരചന, പെൻസിൽ ഡ്രോയിങ്, പ്രസംഗ മത്സരം, മിമിക്രി, മോണോ ആക്ട്, ലളിതഗാനം, പെയിൻറ്റിങ്, മാപ്പിളപ്പാട്ട്, നാടോടിപ്പാട്ട്, കവിതാലാപനം, കാർട്ടൂൺ, തുടർന്ന് കിസ് മത്സരവും സംഘടിപ്പിച്ചു. വൈകുന്നേരം 3 മണി മുതൽ കരവാളൂർ AMMH സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ ടൂർണമെൻറ്റും നടത്തി. ഇന്നലെ രാവിലെ 8 മണി മുതൽ വെഞ്ചേമ്പ് NGPM സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അത്ലറ്റിക്സും സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ NGPM സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കബഡി ടൂർണമെൻറ്റും സംഘടിപ്പിച്ചു. തുടർന്ന് വൈകിട്ട് 3 മണി മുതൽ മാത്ര ഗവൺമെൻറ് LPSൽ വെച്ച് വാശിയേറിയ പഞ്ചഗുസ്തി മത്സരവും നടത്തി. പിന്നീട് മാത്ര ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷയായിരുന്നു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സ്വാഗതം പറഞ്ഞു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി സമ്മാനദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു ആർ, എ ഗോപി, ബിന്ദു എസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KC അശോക് കുമാർ, KC ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെല്ലപ്പൻ, ലക്ഷ്മി GS, നൈസിൽ, ലതിക, അനൂപ് P ഉമ്മൻ, ലിസി ഷിബു, അഡ്വക്കേറ്റ് ജിഷ മുരളി, ജോസഫ് മാത്യു, S പ്രദീപ്, മുഹമ്മദ് അൻസാരി, P പ്രകാശ് കുമാർ, CDS ചെയർപേഴ്സൺ ലതിക ബൈജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.